പാർലമെന്റ് സമ്മേളനം അവസാനിച്ചെങ്കിലും BR അംബേദ്കറിനെതിരായ അമിത്ഷായുടെ വിവാദ പരാമർശം ആളിക്കത്തിക്കാനും ഇന്ത്യ സഖ്യം പാർട്ടികളെ തമ്മിൽ ചേർത്ത് നിർത്തുന്നത് മുഖ്യ വിഷയമാക്കാനും കോൺഗ്രസ് തന്ത്രമൊരുക്കുന്നു. പാർലമെന്റ് സമ്മേളനത്തിന്റെ തുടക്കത്തിൽ മുഖം തിരിഞ്ഞു നിന്ന ഇന്ത്യ സഖ്യം പാർട്ടികളെ ഒന്നിച്ചു നിർത്താൻ അമിത്ഷായുടെ പരാമർശം സഹായിച്ചുവെന്ന കണക്കുകൂട്ടലാണ് പാർട്ടി നേതൃത്വത്തിനുള്ളത്. അതുകൂടി പരിഗണിച്ച് പാർട്ടിയുടെ തുടർ പരിപാടികൾക്ക് അടുത്തയാഴ്ച കർണാടകയിലെ ബെളഗാവിയിൽ ചേരുന്ന പ്രവർത്തക സമിതി രൂപം നൽകും. ഇന്ത്യ സഖ്യം പാർട്ടികളുടെ സ്ഥിരം ഏകോപനം ഉറപ്പുവരുത്താൻ കോൺഗ്രസ് സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചും അതിൽ ആലോചനയുണ്ടാകും. പാർലമെന്റിന്റെ ഇരു സഭകളും പിരിഞ്ഞ ശേഷം ഇന്നലെ AICC ജനറൽ സെക്രട്ടറിമാരായ പ്രിയങ്ക ഗാന്ധിയും KC വേണുഗോപാലും പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലെത്തി ചർച്ച നടത്തിയെന്ന് കേട്ടു. പ്രവർത്തക സമിതി യോഗത്തിന്റെ തയ്യാറെടുപ്പുകളുമായി ബന്ധപ്പെട്ട ആലോചനയാണ് നടന്നതെന്നാണ് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ. അംബേദ്കർ വിഷയത്തിൽ കൂടുതൽ ജനശ്രദ്ധ ആകർഷിക്കാൻ എല്ലാ സംസ്ഥാനത്തും വൈകാതെ പ്രധാന നേതാക്കളെ വെച്ചുള്ള മാധ്യമ സമ്മേളനം നടത്താൻ നേതൃത്വം PCCകളോട് നിർദ്ദേശിച്ചിട്ടുമുണ്ട്. സംസ്ഥാന ജില്ലാടിസ്ഥാനത്തിൽ പ്രതിഷേധ റാലികൾ ഉൾപ്പെടെ പരിപാടികൾക്കും ആഹ്വാനമുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ സഖ്യം നേതാക്കൾ ഒന്നിച്ചെത്തുന്ന വേദി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്ത്യ സഖ്യത്തിന്റെ യോഗവും നടന്നിട്ടില്ല. ഇത് രണ്ടും സാധ്യമാകുമോ എന്ന ആലോചന നേതൃത്വത്തിന്റെ മനസ്സിലുമുണ്ട്. പ്രഖ്യാപനത്തിന് മുമ്പ് പാർട്ടികളുടെ സമ്മതം തേടേണ്ടതുമുണ്ട്. അതേക്കുറിച്ചുള്ള ആലോചന പ്രവർത്തക സമിതി യോഗത്തിൽ ചിലപ്പോൾ വന്നേക്കും. പാർലമെന്റ് ശീതകാല സമ്മേളനത്തിൽ ആദ്യ ദിവസങ്ങളിൽ മോദിയുടെ അഴിമതിയും നരേന്ദ്രമോദിയുടെ മൗനവും പ്രതിപക്ഷം എടുത്തിടുകയായിരുന്നു. ശക്തമായ പ്രതിഷേധങ്ങൾ അരങ്ങേറി. മണിക്കൂറുകളോളം സഭ നിർത്തിവെച്ചും വീണ്ടും തുടങ്ങിയുമൊക്കെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. പിന്നീട് സഭയിൽ കണ്ടത് ഒരു ദേശം ഒരു ഇലക്ഷൻ ബില്ലിന്മേലുള്ള ബഹളങ്ങളായിരുന്നു. നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ആണ് ബിൽ മേശപ്പുറത്ത് വെച്ചത്. കോൺഗ്രസ് ഉൾപ്പെടെ ഇന്ത്യൻ മുന്നണി കക്ഷികൾ മുഴുവനും അവതരണത്തെ ശക്തമായി എതിർത്തു. അതിനെ തുടർന്ന് പ്രതിപക്ഷം നടത്തിയ പ്രതിഷേധങ്ങൾക്കിടയിൽ അമിത്ഷാ ഡോക്ടർ BR അംബേദ്കറെ കുറിച്ച് നടത്തിയ പരാമർശം ഏറെ കോലാഹലവും ഉണ്ടാക്കി. അംബേദ്കർ 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 എന്ന് ആവർത്തിച്ച് പറയുന്നത് ഇപ്പോൾ ഒരു ഫാഷനായിരിക്കുകയാണ്. അത്രയും തവണ ദൈവത്തിന്റെ പേര് പറഞ്ഞിരുന്നെങ്കിൽ 7 ജന്മങ്ങളിലും ഇവർക്ക് സ്വർഗം ലഭിക്കുമായിരുന്നു എന്ന അമിത്ഷായുടെ പരാമർശമാണ് കോളിളക്കമുണ്ടാക്കിയത്. തുടർന്നങ്ങോട്ട് പ്രക്ഷുബ്ധമായ പാർലമെന്റ് അകവും പുറവും കലുഷിതമായി. കയ്യാങ്കളിയിലുമൊക്കെ പിന്നീട് എത്തുകയായിരുന്നു. ഈ അംബേദ്കർ അവഹേളന പരാമർശം ക്ഷമിക്കാവുന്നതിലും അപ്പുറമാണ്. അവർ അംബേദ്കറെ മാത്രമല്ല ഇന്ത്യയുടെ ശില്പികളെ മുഴുവൻ തിരസ്കരിക്കുകയാണ്. അതനുവദിക്കാൻ കഴിയില്ല എന്ന് പ്രതിപക്ഷ നേതാവും AICC ജനറൽ സെക്രട്ടറിയും വയനാട് MP-യുമായ പ്രിയങ്ക ഗാന്ധിയും പറഞ്ഞു. പ്രിയങ്ക ഗാന്ധിയുടെ വിജയത്തിന് ശേഷം അവർ ഇന്ത്യയുടെ ശബ്ദമായി മാറുന്നതാണ് കണ്ടുവരുന്നത്. പാലസ്തീൻ ബാഗുമായും ബംഗ്ലാദേശ് ബാഗുമായും സഭയിലെത്തിയത് വൻ ചർച്ചയായിരുന്നു. ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയും ജനശ്രദ്ധ ആകർഷിച്ചും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കയുടെയും ഇടപെടൽ കോൺഗ്രസിന് ഒരു പുതുജീവൻ തന്നെ കൈവന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇന്ത്യയെ തിരിച്ചുപിടിക്കാൻ ഒറ്റക്കെട്ടായി ഇന്ത്യൻ മുന്നണിക്കൊപ്പം ആഞ്ഞടിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ ഇനിയുള്ള നീക്കം. കൂടുതൽ വാർത്തകൾ ലഭ്യമാകാൻ ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനബിൾ ചെയ്യാനും മറക്കരുത്.